ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമസ്റ്ററിൽ വന്നിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ മൂവ്മെന്റ് എന്ന പേപ്പറാണ്. അതിനു മുമ്പ് എല്ലാവർക്കും യൂണി ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ എല്ലാം പിന്തുണയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളിലേക്ക് നോക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ തുടർന്നുള്ള ബ്ലോക്കുകളുടെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ചെറിയ രീതിയിൽ പരീക്ഷകൾക്കൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു നോട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയൊരു വിവരണമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഭാഗമായിട്ട് വരുന്നത് ഇന്ത്യയിലെ യൂറോപ്യൻ വ്യാപാര കമ്പനികളുടെ വരവിനെ സംബന്ധിച്ചാണ്. അഡ്വെന്റ് ഓഫ് ദ യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടെ അത് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്, അല്ലെങ്കിൽ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 16ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തുന്നത്. ഇന്ത്യയിലെ സമ്പന്നമായ സുഗന്ധ വ്യഞ്ജന, തുണി, മറ്റ് വാണിജ്യ വസ്തുക്കളുടെ വ്യാപാരത്തിൽ പങ്കാളികളാവാൻ വേണ്ടിയാണ് യൂറോപ്യൻസ് ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആദ്യം വ്യാപാര ലക്ഷ്യത്തോടെ എത്തിയ യൂറോപ്യൻ ശക്തികൾ പിന്നീട് ഇന്ത്യയിൽ രാഷ്ട്രീയവും സൈനികവുമായ സ്വാധീനം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യയിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണി, മറ്റു വാണിജ്യ വസ്തുക്കളുടെ വ്യാപാരത്തിൽ പങ്കാളികളാവാനാണ്. പക്ഷെ ആദ്യം വ്യാപാര ലക്ഷ്യത്തോടെ എത്തിയ അവർ പിന്നീട് ഇന്ത്യയിൽ രാഷ്ട്രീയവും സൈനികവുമായ സ്വാധീനം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ വ്യാപാര കമ്പനികളെ കുറിച്ചുള്ള ഒരു ഭാഗമാണിത്. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. 1498 അവർ ഇന്ത്യയിലെത്തിയത്. കോഴിക്കോടാണ് അവർ ആദ്യം കപ്പലിറങ്ങുന്നത്. രണ്ടാമത് വരുന്നത് ഡച്ചുകാരാണ്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. മൂന്നാമത് വരുന്നത് ഇംഗ്ലീഷുകാരാണ്. 1600 അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഫ്രഞ്ചുകാർ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. മറ്റൊന്ന് ഡാനിഷുകാരാണ്. 1616 അവർ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തു വെക്കുക. ഈ പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിയ വർഷം, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്, ഡച്ചുകാർ സ്ഥാപിച്ചത്, ഫ്രഞ്ചുകാർ സ്ഥാപിച്ചത്, അതുപോലെ തന്നെ ഡാനിഷുകാർ സ്ഥാപിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം ഈ യൂറോപ്യൻ കമ്പനികളുടെ സ്ഥാപനം, അക്കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ യൂറോപ്യൻ വ്യാപാര കമ്പനികളുടെ വരവ് ഇന്ത്യയുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇവരിൽ അവസാനം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1500 സ്ഥാപിതമായ കാസാഡ ഇന്ത്യ എന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് വ്യാപാരം നിയന്ത്രിച്ചത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരാണെന്ത്? കാസാഡ ഇന്ത്യ എന്നുള്ളത്. ഇത് പോർച്ചുഗീസ് രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിനായി രൂപീകരിച്ച ആദ്യകാല സംയുക്ത ഓഹരി ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ ഒന്നായിരുന്നു ഇത് കാസാഡ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ ചോദ്യങ്ങൾ വരാം. അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യണം? കവർ ചെയ്തു പോകണം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുറച്ചു കാലം സ്വകാര്യ വ്യാപാരികൾക്കും വ്യാപാരാവകാശം എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. എന്നാൽ 1597 രാജകീയ കുത്തക, അതായത് റോയൽ മോണോപോളി വീണ്ടും പുനഃസ്ഥാപിച്ചു. അതായത് രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നുണ്ട്. ഇനി പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ ഏകോപനത്തെ സംബന്ധിച്ചാണ്. അതായത് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇവർ കച്ചവട ആവശ്യാർത്ഥം പല നിലക്കുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏകോപിച്ചുകൊണ്ട് ഒരു പോർച്ചുഗീസ് കൺസോൾട്ടേഷൻ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യയിലുള്ള പോർച്ചുഗീസ് എംപയറൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ, അതുപോലെ തന്നെ അഫോൺസോ അൽ ബുക്കർക്ക്, യൂസുഫ് ആദിൽ ഖാൻ, അന്റോണിയോ ഡെ നൊറോണ,
അതുപോലെ തന്നെ നൂനോഡ, കുൻഹ, അതുപോലെ ബഹദൂർ ഷാ. ഈ പ്രധാന വ്യക്തികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പേരുകളാണ്. പ്രധാന സംഭവങ്ങൾ പറയാണ്. ഈ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പോർച്ചുഗീസ് എംപയറിന്റെ കൺസോൾട്ടേഷനിലേക്ക് വരുന്ന സമയത്ത് നടന്ന പ്രധാന സംഭവങ്ങളാണ്. ഫ്രാൻസിസ്കോ ഡെ അൽമേഡ കൊച്ചി, കണ്ണൂർ തുടങ്ങിയ മലബാർ തീരപ്രദേശങ്ങളിൽ കോട്ടകൾ നിർമ്മിച്ചു. അപ്പോൾ കൊച്ചി, കണ്ണൂർ തുടങ്ങിയ മലബാർ തീരപ്രദേശങ്ങളിൽ കോട്ടകൾ നിർമ്മിക്കുന്നത് ആരാണ്? ഫ്രാൻസിസ്കോ ഡെ അൽമേഡയാണ്. അതുപോലെ തന്നെ അഫോൺസോ ഡെ അൽബുക്കർക്ക് 1509 മുതൽ 1515 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഭരണകാലം അല്ലെങ്കിൽ നേതൃത്വം നൽകിയ കാലം എന്നുള്ളത് 1509 മുതൽ 1515 വരെയാണ്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ പ്രധാന സ്ഥാപകരിൽ ഒരാളാണ് ആര്? അഫോൺസോ ഡെ അൽബുക്കർക്ക് എന്നുള്ളത്. 1510 ഈ ബീജാപ്പൂർ സുൽത്താനായിരുന്ന യൂസുഫ് ആദിൽ ഖാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബീജാപ്പൂർ സൽത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഗോവ പിടിച്ചടക്കി. ഗോവന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് സെന്റർ ആയിരുന്നു. ഗോവയെ പ്രധാന വ്യാപാര ഭരണ കേന്ദ്രമാക്കി പോർച്ചുഗീസുകാർ വികസിപ്പിച്ചു. പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും പോർച്ചുഗീസുകാർ നിയന്ത്രണത്തിലാക്കി. നിരവധി കോട്ടകളും നാവിക താവളങ്ങളും സ്ഥാപിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിന്റെ കുത്തക മൊണോപ്പൊളി സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ സ്ത്രീകളും യൂറോപ്യൻ പുരുഷന്മാരും തമ്മിലുള്ള വിവാഹങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഏകദേശം 1511 ആകുന്ന സമയത്ത് അവർ മലാക്ക കീഴടക്കുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള മലാക്ക കീഴടക്കുന്നുണ്ട്. 1515 ഈ അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായിട്ടുള്ള ഹോർമൂസ് പിടിച്ചടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറേബ്യൻ സമുദ്ര തീരവുമായി ബന്ധപ്പെട്ട കച്ചവട കുത്തകകൾ ഈ പോർച്ചുഗീസുകാർ കൈയടക്കുന്നുണ്ട്. അതിന്റെ വ്യത്യസ്ത സമയ കാലഘട്ടമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇനി നൂനോടെ കുൻഹ 1529 മുതൽ 1538 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. ആ ഭരണകാലത്ത് 1534 ബഹദൂർ ഷായുമായി, ബഹദൂർ ഷാ എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഗൾ ചക്രവർത്തി, ബഹദൂർ ഷായുമായി ട്രീറ്റി ഓഫ് ബേസിൻ ഒപ്പുവെച്ചു. ബേസിൻ 1534. അതുപോലെ തന്നെ ദിയു അല്ലെ, ദാമൻ ദിയു, ഗുജറാത്തിന്റെ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ദിയു എന്നുള്ളത്. അപ്പൊ 1537 പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ 1534 1537 ബേസിനും അതുപോലെ തന്നെ ദിയു പോർച്ചുഗീസുകാർ നിയന്ത്രണത്തിലാക്കുന്നുണ്ട്. മറ്റൊന്നാണ് അന്റോണിയോ ഡെ നൊറോണ 1568 മംഗലാപുരം, മാംഗ്ലൂർ പിടിച്ചടക്കി അവിടെ പോർച്ചുഗീസ് കോട്ട പണിത്. ഇനി പോർച്ചുഗീസുകാരുടെ റിലീജിയസ് പോളിസിയാണ്. ഇന്ത്യയിൽ അവർ നടപ്പിലാക്കിയ മതപരമായ നയങ്ങളാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർ എന്നുള്ളത്. പ്രധാന സംഭവങ്ങൾ പറയുന്നത്, ആദ്യകാലത്ത് പോർച്ചുഗീസുകാരുടെ പ്രധാന താല്പര്യം സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിലായിരുന്നു. പിന്നീട് അവർ ക്രിസ്തു മത പ്രചാരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറബ് മുസ്ലിം ആധിപത്യം തകർക്കാൻ ശ്രമിച്ചു. കാരണം അന്ന് അറബ് മുസ്ലിം ആധിപത്യമായിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പോർച്ചുഗീസുകാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആദ്യം ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിൽ ഉണ്ടായിരുന്ന അറബ് മുസ്ലിം ആധിപത്യം തകർക്കാൻ ശ്രമിച്ചു. അറബ് കപ്പലുകൾ ആക്രമിക്കുകയും ചില കപ്പലുകൾ തീയിട്ടും മറ്റും നശിപ്പിക്കുകയും ചെയ്തു. മുസ്ലിം ആധിപത്യത്തിനെതിരെ മതയുദ്ധം അല്ലെ, ദ ഹോളി വാർ, അത് പ്രഖ്യാപിക്കാൻ പോർച്ചുഗീസ് രാജാവ് നിർദ്ദേശം നൽകി. ക്രിസ്തു മതത്തിലേക്കുള്ള ബലപ്രയോഗപരമായ മതപരിവർത്തനങ്ങൾ നടന്നു. കേരളത്തിൽ നിരവധി പള്ളികളും സെമിനാരികളും സ്ഥാപിച്ചു. ജസ്യൂട്ടിന്റെ വരവോടുകൂടി മതപ്രചാരണം ശക്തിപ്പെട്ടു. സെന്റ് ഫ്രാൻസിസ് സാവിയർ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. കഠിനമായ മതനയം, റിലീജിയസ് പോളിസി ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും കേരളത്തിന്റെ തീരങ്ങളിലൊക്കെ ഈ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ യുദ്ധങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളൊക്കെ നടക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന അടുത്തൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വ്യക്തികളാണ് സ്റ്റീഫൻ വാൻ ഡെർ ഹാഗൻ, അതുപോലെ തന്നെ സെമോറിയൻ ഓഫ് കാലിക്കറ്റ്, കോഴിക്കോടുള്ള സാമൂതിരി രാജാവ്.
പ്രധാന സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 1602 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് VOC സ്ഥാപിതമായി. ഏഷ്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വർദ്ധിച്ച ആവശ്യകത നിറവേറ്റുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതുപോലെ വിവിധ വ്യാപാര കൂട്ടായ്മകളുടെ സംയോജനമായിരുന്നു ഏത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ VOC എന്നുള്ളത്. കമ്പനിക്ക് യുദ്ധം ചെയ്യാനും ഉടമ്പടികൾ ഒപ്പിടാനും നാണയങ്ങൾ പുറത്തിറക്കാനും കോളനികൾ സ്ഥാപിക്കാനും അധികാരമുണ്ടായിരുന്നു. ജാവ, അതുപോലെ തന്നെ സുമാത്ര തുടങ്ങിയ പ്രദേശങ്ങളിലെ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1603 ഡിസംബർ സ്റ്റീവൻ വാൻ ഡെർ ഹാഗൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡച്ച് കപ്പൽപ്പട ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. 1604 ഇന്ത്യയിലെത്തി. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിലെത്തുന്നത് 1604 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602 ഇമ്പോർട്ടൻ്റ് ആണ്. സമോറിയൻ ഓഫ് കാലിക്കറ്റുള്ള സാമൂതിരി രാജാവ് ഡച്ചുകാർക്ക് ഫാക്ടറികൾ സ്ഥാപിക്കാനും വ്യാപാരം നടത്താനും അനുമതി നൽകി. 1604 നവംബർ 11 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. സാമൂതിരിയും വാൻഡർ ഹാഗനും തമ്മിൽ കച്ചവട കരാർ ഉടമ്പടി ഒപ്പുവെച്ചു. മലബാറിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും 1604 1639 യഥാർത്ഥത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അടുത്തത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള വ്യാപനമാണ്. 1608 പുലിക്കാട്ടിൽ ആദ്യമായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കാസിൽ ഗൽറിയ നിർമ്മിച്ച് കോറോമണ്ടൽ തീരത്തെ ആസ്ഥാനമാക്കി. അതായത് ഒരു കോട്ട നിർമ്മിച്ച് കാസിൽ നിർമ്മിച്ച് കോറോമണ്ടൽ തീരത്തെ ഡച്ചുകാരുടെ പ്രധാന ആസ്ഥാനമാക്കി. ഈ കോറോമണ്ടൽ തീരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള സമുദ്ര തീരങ്ങൾക്കാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മദ്രാസ്, അതുപോലെ തൂത്തുക്കുടി പോലുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന, കന്യാകുമാരിക്ക് അപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയാണ് പൊതുവിൽ കോറോമണ്ടൽ തീരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാസിൽ ഗൽറിയ ഒരു കോട്ട നിർമ്മിച്ച് കോറോമണ്ടൽ തീരത്തെ ഈ ഡച്ചുകാരുടെ പ്രധാന ആസ്ഥാനമാക്കി മാറ്റി. പരുത്തി തുണി, പട്ട്, ഇൻഡിഗോ, കുരുമുളക് എന്നിവയുടെ വ്യാപാരത്തിൽ ഡച്ചുകാർ ഏർപ്പെട്ടു. പ്രധാനമായിട്ടും അവർ വ്യാപാരം ചെയ്തിരുന്ന വിഭവങ്ങളാണ് പരുത്തി തുണി, പട്ട്, ഇൻഡിഗോ, കുരുമുളക് പോലുള്ള വസ്തുക്കൾ. സൂറത്ത്, മസൂലിപട്ടണം, കൊച്ചിൻ, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപാര കേന്ദ്രങ്ങൾ ഡച്ചുകാർ സ്ഥാപിച്ചു. 1641 മലാക്ക ഡച്ചുകാർ പിടിച്ചെടുത്തു. 1658 സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്ക, പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. 1658 1661 അവർ മലബാറിലേക്ക് വരുന്നത്, മലബാർ പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്യുന്നത്. 1662 കൊല്ലം, കൊച്ചി എന്നിവ അവർ പിടിച്ചെടുത്തു. 1693 പോണ്ടിച്ചേരി പിടിച്ചെടുക്കുന്നുണ്ട്. 1699 ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി ഡച്ചുകാരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കുന്നുണ്ട്. പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടതോടുകൂടെയാണ് അവരവരുടെ കച്ചവട പ്രവർത്തനങ്ങൾക്കൊക്കെ നാന്ദി കുറിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആംഗ്ലോ ഡച്ച് വാർ എന്നുള്ളത്. 4th ആംഗ്ലോ ഡച്ച് വാർ. അതിനോടുകൂടെ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡിക്ലൈന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ. പ്രധാന സംഭവങ്ങളിലേക്ക് വരുന്ന സമയത്ത് 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഡച്ച് കമ്പനി തകർച്ചയിലേക്ക് നീങ്ങി. 1741 കൊളച്ചലിൽ നടന്ന തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊളച്ചലിൽ നടന്ന യുദ്ധത്തിൽ, അന്ന് യുദ്ധത്തിന് നേതൃത്വം നൽകിയിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഡച്ചുകാരെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഈ പരാജയത്തോടെ മലബാറിലെ ഡച്ച് സ്വാധീനം എന്ന് പറഞ്ഞാൽ അറബി കടൽ തീരങ്ങളിലെ ഡച്ച് സ്വാധീനം കുറഞ്ഞു. കുരുമുളക് വ്യാപാരത്തിൻ്റെ നിയന്ത്രണം തിരുവിതാംകൂറിന് കൈമാറേണ്ടി വന്നു. 1780-84 ആ സമയത്താണ് 4th ആംഗ്ലോ ഡച്ച് വാർ നടക്കുന്നത്. അതിൽ ബ്രിട്ടീഷുകാർ ഡച്ച് കപ്പലുകളും വ്യാപാര കേന്ദ്രങ്ങളും പിടിച്ചെടുത്തു. 1799 ഡച്ച് കമ്പനി പിരിച്ചുവിട്ടു. കമ്പനിയുടെ സ്വത്തുക്കൾ ഡച്ച് രാജാവിന് തന്നെ കൈമാറുന്നുണ്ട്. 1825 ആംഗ്ലോ ഡച്ച് ട്രീറ്റി, ഒരു ഉടമ്പടി വരുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഡച്ച് അധീന പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു ഉടമ്പടി പ്രകാരം ഡച്ചുകാർ വിട്ടുകൊടുത്തു. ഇനി അടുത്തത് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫ്രഞ്ച് സെറ്റിൽമെൻ്റ് ആണ്.
ഫ്രഞ്ച് കുടിയേറ്റ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന വ്യക്തികളാണ് ലൂയിസ് 14 ഫ്രഞ്ച് രാജാവായിരുന്നു, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്, ഫ്രാൻസിസ് മാർട്ടിൻ, ഷെർഖാൻ ലോധി, ജേക്കബ് ബ്ലാങ്കറ്റ് ഡെ ലേ ഹയെ. ഓക്കെ, ഈ പ്രധാന സംഭവങ്ങൾ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത്. അതിന് ചാർട്ടർ നൽകിയത് ലൂയിസ് 14 ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് കമ്പനിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. 1668 സൂറത്തിൽ ആദ്യ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിച്ചു. അപ്പോൾ 664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നു. 1668 സൂറത്തിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിക്കുന്നു. അതിന് ഏറ്റവും നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി എന്നുള്ളതാണ് ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് എന്നുള്ളത്. തുടർന്ന് മസൂലി പട്ടണത്തിൽ രണ്ടാമത്തെ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിച്ചു. 1672 ജാക്കബ് ബ്ലാങ്കറ്റ് ഡെ ലേ ഹയെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാർ സാൻ തോമെ, അതായത് മൈലാപ്പൂർ ഡച്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ഡച്ചുകാരെ പുറത്താക്കി. ആ സമയത്ത് കർണാടകയിലെ ഒരു ലോക്കൽ ഭരണാധികാരിയായിരുന്ന ഷെർഖാൻ ലോധി ഈ ഫ്രഞ്ചുകാരെ പിന്തുണക്കുകയും പോണ്ടിച്ചേരിയെ ഒരു ഫ്രഞ്ച് കേന്ദ്രമാക്കാൻ നിർദ്ദേശിക്കുകയും പിന്തുണക്കുകയും ചെയ്തു. ഫ്രാൻസിസ് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ ഗവർണറായി നിയമിതനായി. 1693 ഡച്ചുകാർ തന്നെ പോണ്ടിച്ചേരി പിടിച്ചെടുത്തു. 1697 ട്രീറ്റി ഓഫ് റിസ്വിക് പ്രകാരം പോണ്ടിച്ചേരി ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഡച്ചുകാർ ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരി തിരിച്ചു നൽകിയ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് റിസ്വിക്. അത് 1697 നടന്നിട്ടുള്ളത്. 1699 ആയപ്പോഴേക്കും പോണ്ടിച്ചേരി ഔദ്യോഗികമായി ഫ്രഞ്ചുകാർക്ക് കൈമാറുന്നുണ്ട്. 1725 ഫ്രഞ്ചുകാർ മാഹി പിടിച്ചെടുക്കുന്നത്. 1739 കറേക്കൾ ആര് പിടിച്ചെടുക്കുന്നുണ്ട്? ഫ്രഞ്ചുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. കാസിം ബസാർ, ചന്ദ്രനഗർ, ബലാസോർ എന്നിവിടങ്ങളിൽ ഫ്രഞ്ച് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതും ഒന്നുകൂടെ നോക്കി പോവുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കേണ്ട ഒന്നാണ് ഡച്ചുകാരിൽ നിന്ന് മൈലാപ്പൂർ, അതായത് സാൻ തോമെ പിടിച്ചെടുത്തത് 1672 ജേക്കബ് ബ്ലാങ്കറ്റ് ഡെ ലേ ഹയെയാണ്. 1725 മാഹി ഫ്രഞ്ചുകാർ പിടിച്ചെടുക്കുന്നത്. പോണ്ടിച്ചേരി ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കിട്ടിയ ട്രീറ്റിയുടെ പേരാണിത് ട്രീറ്റി ഓഫ് റിസ്വിക്. 1697 നടക്കുന്നത്. ആദ്യമായി പോണ്ടിച്ചേരിയുടെ ഗവർണറായ ഫ്രഞ്ച് നയതന്ത്രജ്ഞനാണ് ആര്? ഫ്രാൻസിസ് മാർട്ടിൻ എന്നുള്ളത്. അതുപോലെ പോണ്ടിച്ചേരിയെ ഫ്രഞ്ച് കേന്ദ്രമാക്കാൻ നിർദ്ദേശം നൽകിയ ഒരു, അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു കർണാട്ടിക് ലോക്കൽ റൂളറാണ് ആര്? ഷെർഖാൻ ലോധി എന്നുള്ളത്. ഇനി ഡെൻമാർക്ക്, ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രിസ്ത്യൻ ഫോർ ഓ ഗജഡെ, അതുപോലെ തന്നെ ഫ്രെഡറിക്. ഓക്കെ, പ്രധാന സംഭവങ്ങൾ പറയുന്നത് 1616 മാർച്ച് 17 ക്രിസ്ത്യൻ 4 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. 1618 അഡ്മിറൽ ഓവെ, അത് നെയിം കൃത്യമായി നോക്കി വെക്കുക, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യ യാത്ര സിലോണിലേക്ക് നടന്നു. മസൂലി പട്ടണത്തിൽ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ബലാസോർ, പിപ്ലി എന്നിവിടങ്ങളിൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. 1648 ക്രിസ്ത്യൻ 4 തൻ്റെ മരണശേഷം മകൻ ഫ്രെഡറിക് കമ്പനി നിർത്തിവെച്ചു. 1696 രണ്ടാമത് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ഇപ്പോൾ 1616 ക്രിസ്ത്യൻ 4 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. 1648 അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ മരണശേഷം ഫ്രെഡറിക് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അതിനൊക്കെ ശേഷം 1696 ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. 1706 പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് എത്തി. 1755 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഈ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വാധീനം സ്ഥാപിക്കുന്നുണ്ട്. 1845 ട്രാങ്കബാറും മറ്റു ഡാനിഷ് പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് അവർ
കൈമാറി. 1848 വളരെ അധികം ജനങ്ങളുടെ ജീവഹാനി സംഭവിച്ച ഒരു വലിയ പകർച്ചവ്യാധിയായിരുന്നു മലേറിയ. ആ മലേറിയയുടെ വ്യാപനത്തെ തുടർന്ന് നിക്കോബാർ ദ്വീപുകൾ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപേക്ഷിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വർഷങ്ങളും പ്രധാന വ്യക്തിത്വങ്ങളും പ്രധാന സ്ഥലങ്ങളും കൃത്യമായി നോട്ട് ചെയ്തു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ചാനലിൻ്റെ മുന്നോട്ട് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയലിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ചെറിയ രീതിയിലുള്ള വിശദീകരണവുമാണ്. തുടർന്നുള്ള അധ്യായങ്ങളുടെ ഈ ഒബ്ജക്റ്റീവ് മോഡ് ക്വസ്റ്റ്യൻസും അതിനെ തുടർന്നുള്ള അതിൻ്റെ ആൻസറായി വന്നിട്ടുള്ള ടോപ്പിക്കുകളുടെ ചെറിയ രീതിയിലുള്ള വിശദീകരണം എന്നുള്ള നിലക്കായിരിക്കും മറ്റു ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിനും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് അറബ് വ്യാപാരികളുടെ പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അറബ് വ്യാപാരികൾ ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിച്ച ഇടനിലക്കാരായിരുന്നു അല്ലേ? മിഡിൽ മാൻ അല്ലേ? ഒരു മധ്യവർത്തികളായിരുന്നു ആര്? അറബികൾ എന്നുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളും ചരക്കുകളും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട മധ്യവർത്തികൾ അല്ലെങ്കിൽ ഇടനിലക്കാരായിരുന്നു ആര്? അറബികൾ എന്നുള്ളത്. ഇന്ത്യൻ യൂറോപ്പ് വ്യാപാരത്തിലെ പ്രധാന കണ്ണിയായി അവർ പ്രവർത്തിച്ചു. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം ആദ്യമായി കണ്ടെത്തിയ യൂറോപ്യന്മാർ ആരായിരുന്നു? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം ആദ്യമായി കണ്ടെത്തിയത്. അതിൽ അവർ ഇന്ത്യയിലേക്ക് എത്തുന്ന വർഷമാണ് 1498 എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്, അത് ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, പോർച്ചുഗലിലെ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത് എപ്പോഴാണ് എന്നുള്ളത്. 1498 നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? മെയ് 20 കോഴിക്കോട് കാപ്പാട് വാസ്കോഡ ഗാമയും സംഘവും കപ്പലിറങ്ങിയത്. ഇന്ത്യയിലെ യൂറോപ്യൻ പ്രവേശനത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഡാനിഷുകാർ എന്നിവരാണ് പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഡാനിഷുകാർ അവരാണ് ഈ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ളത്. കൊളോണിയൽ കാലഘട്ടത്തിൽ വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ അവസാന പ്രധാന യൂറോപ്യൻ ശക്തി ആരായിരുന്നു? അത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച പ്രധാന യൂറോപ്യൻ ശക്തി അത് ബ്രിട്ടീഷുകാരായിരുന്നു. അവരുടെ വ്യാപാര പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 അത് സ്ഥാപിക്കുന്നത്. അതുവഴിയാണ് ആരംഭിച്ചത്. പോർച്ചുഗീസുകാർ വ്യാപാര കുത്തക നിയന്ത്രിച്ച രാജകീയ വ്യാപാര സ്ഥാപനം എന്തായിരുന്നു എന്നുള്ളതാണ്. 1500 സ്ഥാപിതമായ കാസാദ ഇന്ത്യ ആയിരുന്നു പോർച്ചുഗീസ് വ്യാപാര കുത്തക നിയന്ത്രിച്ച രാജകീയ വ്യാപാര സ്ഥാപനം എന്നുള്ളത്. 1570 ഇന്ത്യയുമായുള്ള വ്യാപാരം സ്വകാര്യ പോർച്ചുഗീസ് പൗരന്മാർക്ക് തുറന്നുകൊടുത്ത രാജാവ് ആരായിരുന്നു? അത് കിങ് സെബാസ്റ്റ്യൻ ആണ്. അദ്ദേഹം ഈ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയത്ത് സാധാരണക്കാരായ സ്വകാര്യ പോർച്ചുഗീസ് പൗരന്മാർക്ക് കൂടെ കച്ചവടം ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിച്ചു. ആ രാജാവിൻ്റെ പേരാണ് കിങ് സെബാസ്റ്റ്യൻ എന്നുള്ളത്. സ്വതന്ത്ര വ്യാപാര സംവിധാനം ഒഴിവാക്കി വാർഷിക കുത്തക സംവിധാനം പോർച്ചുഗീസുകാർ ഏതു വർഷമാണ് നടപ്പാക്കിയത്? 1578 ആനുവൽ മൊണോപ്പൊളി വാർഷിക കുത്തക സംവിധാനം നടപ്പിലാക്കിയത്. അതായത് 1570 സ്വകാര്യ വ്യക്തികൾക്ക് കച്ചവടം ചെയ്യാനുള്ള അനുമതി നൽകുന്നു. 1578 അത് ആനുവൽ മൊണോപ്പൊളി വാർഷിക കുത്തക സംവിധാനം നടപ്പിലാക്കുന്നു. വാർഷിക കരാർ സംവിധാനം അവസാനിപ്പിച്ച് രാജകീയ കുത്തക വീണ്ടും പുനഃസ്ഥാപിച്ചത് 1597 അപ്പോൾ 1570, 78, 97 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്.
അപ്പോൾ അത് റോയൽ മൊണോപ്പൊളി. ആദ്യം രാജാവിനായിരുന്നു പരമാധികാരം, പിന്നെ അത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നു. പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ടൊരു വാർഷിക കുത്തക സംവിധാനം, അല്ലേ, ആനുവൽ മൊണോപ്പൊളി സംവിധാനം 1578 സ്ഥാപിക്കുന്നു. എന്നാൽ 1597 ആയപ്പോഴേക്കും വീണ്ടും രാജാവിലേക്ക് തന്നെ ആ കച്ചവടത്തിൻ്റെ കുത്തകയുടെ പരമാധികാരം തിരിച്ച് പുനഃസ്ഥാപിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര് എന്തായിരുന്നു എന്നുള്ളതാണ്. വെറിനിഗ്ഡെ ഓസ്റ്റ് ഇൻഡിഷെ കമ്പനി എന്നുള്ളതായിരുന്നു. അതായത് VOC എന്നായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവരുടെ ഭാഷയിലുള്ള പ്രധാന പേര് എന്നുള്ളത്, അഥവാ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള നാമം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോഴാണ്? 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇതൊക്കെ സ്ഥാപിതമായ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1602. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷുകാരോടും ഡച്ചുകാരോടും മത്സരിച്ച് കിഴക്കൻ ഇൻഡീസിലെയും ഇന്ത്യയിലെയും വ്യാപാരത്തിൽ മേൽക്കൈ നേടുക എന്നുള്ളതായിരുന്നു ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിലുള്ള പ്രധാന ലക്ഷ്യം എന്നുള്ളത്. കിഴക്കൻ അർദ്ധഗോളത്തിൽ വ്യാപാരം നടത്തുന്നതിനായി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ നൽകിയ ഭരണാധികാരി ആരായിരുന്നു? അത് ഫ്രാൻസിലെ രാജാവ് ലൂയിസ് 14 ചാർട്ടർ നൽകിയത്. കർട്ടാസ് സംവിധാനം എന്നുള്ളത് ഒരു തരം പാസ്പോർട്ട് പോലുള്ള ഒരു അനുമതി പത്രമായിരുന്നു. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര വ്യാപാരം നിയന്ത്രിക്കുന്നതിനായി പോർച്ചുഗീസുകാർ കപ്പലുകൾക്ക് നൽകിയിരുന്ന വ്യാപാര അനുമതി പത്രമാണ് നേവൽ ട്രേഡ് പാസ്, അതായത് കർട്ടാസ് എന്നുള്ളത്. ഇന്ത്യയിലെ പ്രധാന പോർച്ചുഗീസ് കുടിയേറ്റ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. ഗോവ, കൊച്ചി, ദാമൻ, ദിയു എന്നിവയാണ് പ്രധാന പോർച്ചുഗീസ് കുടിയേറ്റ കേന്ദ്രങ്ങൾ എന്നുള്ളത്. ഈ ദാമൻ ദിയു എന്നുള്ളത് ഗുജറാത്തിൻ്റെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ദ്വീപ് പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പറയപ്പെട്ട പ്രദേശങ്ങളാണ് ഇന്ത്യയിലെ പ്രധാന പോർച്ചുഗീസ് കുടിയേറ്റ കേന്ദ്രങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന പാഠഭാഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. വർഷങ്ങൾ, വ്യക്തികളുടെ നാമങ്ങൾ, സ്ഥലത്തിൻ്റെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെ എക്സാമുകൾക്ക് കാണാറുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ്.